മെട്രോയിൽ പൊളിച്ചായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ കിടക്കാച്ചി കിടന്ന സ്പോട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിലെ ഭംഗി ഒന്ന് കാണാം, നമ്മുടെ ബ്യൂട്ടി ഒന്ന് കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ പോയി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് പാக்கலாம். അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് പാലടത്തെ കാഴ്ചയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 10ാം നിലയുടെ മുകളിലുള്ള ഫ്ലാറ്റിൻ്റെ മുകളിലുള്ള വ്യൂ ആണ്. നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ യാതൊരു മഴയൊന്നുമില്ല. പക്ഷേ നേരെ അങ്ങനെ നോക്കിയേ, കുറച്ചധികം അങ്ങോട്ട് ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ മൂട്ടം മഴ. ചില ഭാഗത്ത് മഴയില്ല, ചില ഭാഗത്ത് നല്ല മഴയുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെയല്ല ക്യാമറയിൽ കാണാനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ആ സ്റ്റേഡിയത്തിനോടൊക്കെ നല്ല മഴയാണ്, പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് മഴയില്ല. എന്നാലും ഈ കാഴ്ച ഒരു പൊളി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഭാഗത്ത് യാതൊരു മഴയുമില്ല, നമ്മുടെ ദൂരെ നിൽക്കുന്നത് നല്ലൊരു കിടിലം മഴയാണ്. അപ്പം നമുക്ക് ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആലുവ, മുട്ടം, തൈക്കാവ്, അമ്പാട്ടുകാവ് ഏരിയയാണ്. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് കൊച്ചി മെട്രോ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, പിന്നെ കാണാൻ നല്ലൊരു കിടിലൻ സ്പോട്ടുകളൊക്കെ ഉള്ളൊരു ബെസ്റ്റ് ഏരിയയാണ്. പിന്നെ വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് ഈ കാണുന്ന പാടമൊക്കെ വെള്ളത്തിൻ്റെ ഇടുണ്ടാവും. എന്തായാലും നല്ല അടിപൊളി ഏരിയയാണ്. രാവിലെ വൈകുന്നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. സ്ഥലം വരുന്നത് അമ്പാട്ടുകാവ്, തൈക്കാവ്, മുട്ടം, ആലുവേൻ്റെ ഏരിയയാണ്. പിന്നെ ഇതിലൂടെ നമുക്ക് പൈപ്പ് റോഡിലൂടെയൊക്കെ പോകാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് കൊച്ചി മെട്രോയും പിന്നെ ഇന്ത്യൻ റെയിൽവേയും കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. അതുപോലെ ഒത്തിരി പക്ഷികളെയൊക്കെ ഒരു സ്പോട്ട് ചെയ്യാട്ടോ. ഇപ്പം മെട്രോയിൽ പൊളിക്കാനായിരുന്നു. ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ട് മെട്രോ. മെട്രോനും 3 വച്ചോളാണോ നോക്കിയേ. ലാഭം തുടങ്ങിയാറുണ്ട്. നമ്മൾ നേരെ കാണുന്ന റെയിൽവേ ട്രാക്കും അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ മെട്രോ ട്രാക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പാലട്ടം ഭാഗത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പ്രിയതാര യൂട്യൂബർ ട്രാവലർ ബ്ലോഗർ ആയ സ്വീറ്റ് ഭക്തൻ്റെ ഫ്ലാറ്റാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന നാഷണൽ ബിൽഡേഴ്സ്. അവിടെ നിന്നുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മുടെ പൊന്നൂരിന്തി ഓവർ ബ്രിഡ്ജിൻ്റെ റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും, ആറോബിനോടാ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ട്രെയിൻ പാസ് ചെയ്യാൻ കാണാൻ പറ്റും. പിന്നെ ഒത്തിരി നിന്നായിരുന്നു, എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്ത് ലോങ് ആകാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ബെസ്റ്റ് സ്പോട്ടായിട്ടുള്ള നമ്മുടെ കുണ്ടന്നൂർ ഏരിയ ആണ്. ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒത്തിരി ഹിന്ദിക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ചലിക്കുകയാണ്. എന്നാലും നമ്മൾ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നുള്ള കിടിലം വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഒരു 10ാം നിലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലാറ്റിൻ്റെ മുകളിൽ വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ 10ാം നിലയുടെ ഭാഗത്തായിട്ട് കുറച്ച് പ്രാവുകൾ കൂടുതലുണ്ട്. അപ്പോൾ അവരുടെ റൊമാൻസ് നമുക്ക് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് ചലിക്കാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വി പി മരിക്കാറോടായിട്ടുള്ള
നമ്മുടെ ടോൾ ഭാഗത്താണ് കേട്ടോ. ഇപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആലുവ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആലുവ അമ്പാട്ടുകാവ് ഏരിയയാണ് ആ മെട്രോ സ്റ്റേഷൻ കാണുന്നത്. എന്തായാലും അടിപൊളിയല്ല, മെട്രോ പോകുന്ന കാണാനൊക്കെ പൊളിയല്ല. ഇനി എന്തായാലും നമ്മുടെ ക്യാമറ കുളമായതുകൊണ്ട് വിഷ്വലിൽ ഇത്തിരി മോറായി പോയി. അപ്പം നമ്മളീ കാണുന്നത് ആലുവ ഭാഗത്തെ കാഴ്ചയാണ് കേട്ടോ. ഏകദേശം നമ്മൾ ഒരു 10ാം നിലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളീ കാണുന്നത് കനാൽ പണ്ട് പ്രേമം സിനിമയിൽ ഉണ്ടായ ഭാഗത്തുള്ള മറ്റേ അക്കുടിയിൽ നിന്നുള്ള ഒരു ഭാഗമുണ്ട്. ആലുവയിലാണ്, ആലങ്ങാട് ആലുവയിലാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡിങ് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ്, ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് ലാൻഡിങ്ങും ടേക്ക് ഓഫൊന്നും കിട്ടിയില്ലായിരുന്നു. അടിപൊളി ഏരിയയാണ്, നല്ല സൈലൻറ്റ് ഏരിയയാണ്. സ്ഥലം വരുന്നത് ആലങ്ങാട് ഏരിയയൊക്കെയാണ് കേട്ടോ. കോട്ടപ്പുറം മാമ്പാറ റോഡാണ്. ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് നല്ലൊരു ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള വ്യൂ കിട്ടും. നമ്മൾ സമയത്ത് ക്യാമറ കണ്ണേ കിട്ടില്ല, നമ്മുടെ കണ്ണേ കിട്ടിയാലും പിന്നെ ഒരു ഷോർട്സ് നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ പോസ്റ്റ് ചെയ്തായിരുന്നു ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങിന്. എന്നാലും മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചയും കണ്ട് ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ ചലിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചുറ്റി നമ്മൾ കൊച്ചിൻ ക്യൂൻ വാക്വേയിൽ എത്തിയിട്ടുണ്ട്. ചാത്തത്തെ റോഡാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോരമ കാഴ്ച. നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ താന്തോന്നി തുരുത്താണ് കേട്ടോ. ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ്, അങ്ങോട്ട് പാലമൊന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് ബോട്ട് കയറി പോകേണ്ടി വരും. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ആലിഞ്ചോട് ഏരിയ ഉണ്ടോ. ഇവിടെ കൊച്ചി സെക്കൻഡ് ഫേസ് മെട്രോൻ്റെ വർക്ക് എടുക്കുന്ന അരിവപ്പ് കണ്ടോ. ആലിൻ്റെ വർക്കേഴ്സ് ഉണ്ടാവും നോക്കി. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. നമ്മുടെ അരിവപ്പ് കൊച്ചിയിലെ മെട്രോ സെക്കൻഡ് ഫേസ് ആരെങ്കിലും വർക്കേഴ്സ് ഉണ്ടാവും നോക്കിയോടാ. നമുക്ക് അമൃത ഹോസ്പിറ്റലിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ ക്യാമറ അതിൽ എത്രയാണെന്ന് അറിയില്ല. ഹൈ ക്വാളിറ്റിയും കിട്ടുന്നുണ്ടല്ലോ. ഫ്രണ്ട്സാണ് നമ്മൾ ചുറ്റി നമ്മൾ വാഴാപ്പുഴ ഭാഗത്ത് തരുന്നുണ്ട്. ഇവിടെ ഒരു കിടിലം പള്ളിയുണ്ട്. അപ്പം നമുക്ക് ആ മനോഹരമായ പള്ളിയുടെ കാഴ്ച, പിന്നെ നമുക്ക് പെരിയാർ നദിയുടെയും കാഴ്ചയും കണ്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് കളിക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് തോട്ടുമുഖം ഭാഗത്തുള്ള തോട്ടുമുഖം ബ്രിഡ്ജിൻ്റെ ഏരിയയാണ്. നമ്മുടെ ആലുവയിൽ നിന്നും നേരെ നമ്മുടെ ചൊവ്വരയിലേക്ക് പോകുന്ന ഒരു പാലമാണ് തോട്ടുമുഖം ബ്രിഡ്ജാണ്. നമ്മളീ കാണുന്നത് പെരിയാർ നദിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണിൽ കിട്ടത്തില്ല, കാരണം ഇവിടുന്ന് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ച കണ്ട് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് ചലിക്കാം. ഫ്രണ്ട്സ് ആണ് നമ്മൾ ചുറ്റിക്കറി. നമ്മളിത് കൊച്ചിയിലെ എറണാകുളം ഭാഗത്താണ് കേട്ടോ. ആക്ച്വലി നമ്മൾ കുമ്പളങ്ങിയുടെ അടുത്താണ്. ജസ്റ്റ് കറക്റ്റ് സ്പോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുണ്ടന്നൂരിൽ നിന്നും കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ഉള്ളിലേക്ക് കയറണം. ഏകദേശം പനങ്ങാട് ആ ഏരിയയൊക്കെയാണ്. പനങ്ങാടല്ല, പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഏരിയയൊക്കെയാണ്. ഇവിടെ നല്ല അടിപൊളി സ്പോട്ടാണ്. എന്നാലും കുറച്ച് കണ്ടലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ക്യാമറ കണ്ടത് കിട്ടത്തില്ല. എന്നാലും നല്ലൊരു അടിപൊളി ഏരിയ ആണ് അത്. അപ്പം നമ്മളെ കാണുന്ന വീടിൻ്റെ മുമ്പിലത്തെ കാഴ്ചയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചയും കണ്ടിട്ട് അടുത്ത സ്പോട്ടിൽ കഴിക്കാം. പിന്നെ ഇവിടെ ഒത്തിരി കിളികളെ കാണാൻ പറ്റും. നമ്മ വന്ന ഉച്ച സമയമായതുകൊണ്ട് ഇതുങ്ങളെയൊന്നും നമ്മുടെ കണ്ണിൽ കിട്ടണം, പക്ഷെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് തളിച്ച് നമ്മളുടെ കോതാട് ഏരിയ ഉണ്ടോ.
ഫ്രണ്ട്സ് ആണ് നമ്മൾ ചുറ്റിക്കാൻ നമ്മൾ ഇതാ കാക്കനാട് ഏരിയയുള്ള ഒരു കിടിലൻ സ്പോട്ടിലെത്തിയാണ് കേട്ടോ. ആക്ച്വലി നല്ലൊരു കിടിലൻ കുളമാണ്, അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെയുള്ള വഴി നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കിട്ടും, പക്ഷെ അതിൻ്റെ പേരറിയത്തില്ല. ജസ്റ്റ് നമ്മുടെ കാക്കനാടിൽ നിന്ന് വീഗാൻഡിലേക്ക് വണ്ടർലയിലോട്ട് പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എറണാകുളത്താണ്. നമ്മുടെ APJ അബ്ദുൽ കലാം ഡ്രൈവ് എന്നുള്ള വ്യൂ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളെ കാണുന്നത് എബ്രഹാം മഠം റോഡാണ്. പിന്നെ നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേമ്പനാട് കായലിലൊക്കെ മനോഹരമായ കാഴ്ചയൊക്കെ കിട്ടും. ഒരു ബെസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പം നമ്മളിത് MI ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള ഒരു ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. അപ്പം നമ്മളിതാ നേരെ മംഗളവനത്തിൻ്റെ കാഴ്ച കാണുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി പക്ഷികളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മുടെ കണ്ണുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിലും ക്യാമറ കണ്ണിൽ കിട്ടുന്നില്ല. കണ്ട ഒരു പൊടിക്കാറ്റ് കിട്ടുന്നുണ്ട്. നല്ല പക്ഷികളെ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഇവിടെ മംഗളവനം ഏരിയയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ വഞ്ചപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.